ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ. ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ പാരായണം ചെയ്യാൻ തുടങ്ങുന്നത് യുദ്ധകാണ്ഡത്തിലെ സേതുബന്ധനത്തിലത്തെ 1111 ശ്ലോകം മുതലാണ്. ലങ്കാപുരാലോകനാശയാ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംഭാരി തൻ പുക്കൊത്ത ലങ്കാപുരം. സ്വർണമയ ധ്വജ പ്രാകാര തോരണ പൂർണ്ണ മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുര ജാലപരിക ശതാഗ്നി സമന്വിത പ്രാസാദമൂർധനി വിസ്തീർണദേശേ മുദാ. വാസവതുല്യ പ്രഭാവേന രാവണ രത്നസിംഹാസനെ മന്ത്രിഭിः സങ്കുലെ രത്നദണ്ഡാതവത്രൈരൂപശോഭിതേ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലതരുണിമാരെ കൊണ്ടു വീശിച്ചു. നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടൂര് ഗൗതമൻ. വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോ ചൊല്ലിന. മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയയ്ക്കമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ. എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. അടുത്തതായി പാരായണം ചെയ്യുന്നത് രാവണ ശുക സംവാദത്തെക്കുറിച്ചാണ്. പങ്ക്തി മുഖനും അവനോടു ചോദിച്ചനെന്തു നീ വൈകുവാൻ കാരണം ചൊല്ലിടും. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച ഭീമാന വിരോധം വരുത്തിയാരോ തവ. ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടും. രാത്രീഞ്ചരേന്ദ്രോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോടോടു ചൊല്ലിടിന. രാക്ഷസ രാജപ്രവര ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവൻ. സിന്ധു തന്നുത്തര തീരോപരി ചെന്നൊരന്തരമെന്നിയെ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരൊന്നി പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരെ. രാമ രാമ പ്രഭോ പാഹി പാഹീതി നാനാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ട് ദൂതനവധ്യനയപ്പിനയപ്പിനാദരവോടരുൾ ചെയ്തു ദയാപരം. വാനരന്മാരുമയച്ച കൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കൊണ്ടുപോന്നിതു മാനവ വീരനനുജ്ഞയാ സാദരം.
ഉത്തരം. പിന്നെ രഘുത്തമൻ എന്നോടു ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക, സീതയെ നൽകിയിടുകയെന്നുകയിലല്ലായിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കിനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്തനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ, പോരുമതിന്നു ബലമെങ്കിലെന്നോട് പോരിനായി കൊണ്ടു പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചര സേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടുന ഒക്കെ പൊടിപ്പെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പൂക്കൊരു രോഷവും ആശു തീർത്തിടുവൻ. നക്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തിരുന്നരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ. സുഗ്രീവ ലക്ഷ്മണന്മാരോടൊന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസഖ്യം ബലം ദശ കണ്ട പ്രഭു കവി പുങ്കവാലിതം. പർവ്വത സന്നിഭന്മാരായ വാനരരുർവി കുലുങ്ങവി ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർഗം ഗണിക്കാവതല്ലിഹ സംഖ്യാവതാംബരനായ കുമാരന് ഓങ്കാരമേറിയ വാനരസേനയെ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനം അലറി നിൽക്കുന്നവർ 100,000 പടയോടൊൻരിപുക്കളെ നീറാക്കുവാനുഴറ്റോടെ വാൽ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനാം സേനാപതി വന്യനന്ദനൻ. അങ്കദനാകുമിളയ രാജാവതിനങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ. വാൽ കൊണ്ട് ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അദ്രിശൃംഗോപമം. തത്പാർശ്വസീമനി നിൽക്കുന്നതു വാദജൻ തൊൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രം ശേതൻ്റെ ജതസമപ്രഭൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവീതനും വൃന്ദാരകൈ വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവാനളനിതിനങ്ങേതു ബോധമേറും വിശ്വകർമാവുതൻ മകൻ. താരൻ ബനസൻ കുമുദൻ വിനദനും വീരം വൃഷഭൻ വികടൻ വിശാലനും. മാരുതീതൻ പിതാവാകിയ കേസരി ശൂരനായിടം പ്രമാദീശതബലി. സാരനാ ജാമ്പവാനും ഗദർശിയം വീരൻ ഗജേനൻ ഗവയൻ ഗവാക്ഷനും. ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖനദി ഘോരൻ സുമുഖൻ ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനര നായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി രൂപത്തൊന്നു വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം. ദേവാരികളെയൊടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരെ വരും. ശ്രീരാമദേവനും മാനുഷനല്ല ആദിനാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ ധനന്ദനം. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയുക വഴി പോലെ. വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തോന്നതോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും. പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യഭാവങ്ങളാൽ ബദ്ധമായി ത്വങ്മാംസമേധാസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും. ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാത ജനങ്ങൾക്കതോർക്ക നീ. ഹന്തജടാത്മകമായ കായത്തിങ്കൽ എന്തൊരാസ്ഥാപവിക്കുന്നതും ധീമത. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയ
പാദകൗഘങ്ങൾ കൃതങ്ങളാകുന്നത് ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാതിമൂലമായി സമ്പദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനങ്ങളകനി ആത്മാവു നിർമ്മലൻ അവ്യയൻ അദ്വയൻ ആത്മാനമാത്മന കണ്ടു തെളികനി ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനീ തന്നെ ലയിക്ക നീ കേവലം പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക സുഖരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതും കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമതി പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരതബോധനം എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെ ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മനസ്സിൽ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നത് ആത്മാപരനദ്വയം സീതയെ രാമനു കൊണ്ടക്കൊടുത്തു തൽപാദപത്മാനുചരനായി ഭവിക്കനി സർവപാപങ്ങളിൽ നിന്നു മുക്തനായി ദിവ്യമാം വിഷ്ണു ലോകാംഗമിക്കായി വരും അല്ലായിലാശു കേൾപ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം നല്ലതത്രേന നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊൾകിടം രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോക ശരണ്യം ശരണതം ദേവം മരതക കാന്തികാന്തം രമാസേവിതം ജാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുധം രക്ഷാനിപൂണം വിഭീഷണ സേവിതം ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊള്കിലോ മുക്തി വന്നിടുമതീനില്ല സംശയം ഇത്തം ശുഖവാക്യം അജ്ഞാനനാശനം ശ്രുത്വാദശാസ്യനം ക്രോധതാമ്രാക്ഷന് ദഗ്ധനായി പോകും ശുഖനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്ത ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രവം ശിക്ഷ ചൊൽവാനെന്തു കാരണം പണ്ടു നീ ചെയ്തൊരുപകാരമോർക്കയാലുണ്ടു കാരുണ്യമെനിക്കതു കൊണ്ടുന ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുക്കാൻ ക്ഷമയുമെനിക്കില്ല എന്നുടെ മുമ്പിൽ നീ കാക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പൂക്കിരുന്നിടിനാൻ. അടുത്തതായി ശുഗൻ്റെ പൂർവ്വവൃത്താന്തത്തെക്കുറിച്ചാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയ വൃന്ദാരകാഭ്യുദായാർത്ഥിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരെ നിർജ്ജര വൈരികുലശ്രേഷ്ഠനാകിയ വജ്രദംഷൻ മഹാദുഷ്ട നിശാചരൻ എന്തോന്നു നല്ലോ ശുക്വാപകാരത്തിനെന്നന്തരവും പാർത്തിരിക്കും വിധ കുംഭോത്ഭവനാമഗസ്ത്യൻ സുഖാശ്രമി സംപ്രാപ്തനായാനൊരു ദിവസം ബല സംഭൂജിതനാമഗസ്ത്യതബോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയ ശ്രാതുങ്കതേ മുനോ കുംഭോത്ഭവേ തഥായാതുദാനാധിപൻ വജ്രദംശ്രാസുരം ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്തരാ ചൊന്നാൻ ശുഗനോടു മന്ദഹാസാനിതം
ഒട്ടുനാളുണ്ട് മാംസം കൂട്ടിയുണ്ടിട്ടും ഇഷ്ടമായുണ്ടേണം ഇന്നു നമുക്കിട ചാകമാംസം വേണമല്ലോ കരീമമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേശുകൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങനെ എന്ന വേളം ചൊന്നാം മധ്യേശുക പത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാം മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോട് തത്രൈവ വജ്രദംഷ്ടൻ മറഞ്ഞിടിനാൻ. മർത്യമാംസം കണ്ടു മൈത്രാവരുണീയം ക്രുദ്ധനായ ക്ഷിപ്രം ശുഗനെ ശപിച്ചത് മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനി പൃഥ്വിയിൽ വാഴുക തപോ വൈഭവാൻ. ഇത്തം ശപിച്ചതു കേട്ടു ശുകൻ താനും എത്രയും ചിത്രം ഇതെന്തൊരു കാരണം മാംസോത്തരം ഭുജിക്കേണമെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മം എന്നേ പറയാവും. ചൊല്ലെന്തോ പറഞ്ഞതു നീ സഖി നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലണം എന്നതു കേട്ടു ശുകനും അഗസ്ത്യനോട് അന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷം ഇതിജനത്തോടോ വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജന മാംസസമന്വിതം വേണമെന്നഞ്ചസാനാനതു കേട്ടിതു ചെയ്തത്. ഇത്തം ശുഗോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തം ഉൾക്കാമ്പു കൊണ്ടു കണ്ടോരള ഉൾത്താപമോടരുൾ ചെയ്താനഗസ്ത്യനും വഞ്ചിതന്മാരായ വയംഭതായാമിനി സഞ്ചാരികൾ ഇതു ചെയ്തതു നിർണയം. ഞാനുമതി മൂടനായി ചമന്നേൻ ബലാലൂനം വരാവിധി തന്മതമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമാഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാം. നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവാൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വച്ചുകൊള്ളം ദൃഢം. രാവണ ഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവനിഷ്ടനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയെ ലങ്കാപുരാന്തികെ നാലു പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവസ്ഥയറിഞ്ഞു വന്നിടുവാൻ. നിന്നെ അയക്കും ദശാനനൻ അന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക. രാവണനാത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശുനി. രാക്ഷസഭാവമശേഷം ഉപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. ഇത്തമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യന്തബോധന വാക്യം മനോഹരം. അടുത്തത് പാരായണം ചെയ്യുന്നത് മാല്യവാൻ്റെ വാക്യത്തെക്കുറിച്ചാണ്. സാരനായൊരു ശുകൻ പോയനന്തരം ഘോരനാ രാവണൻ വാഴുന്ന മന്ദിരെ വന്നിതു രാവണ മാതാവു തൻ പിതാ ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. സൽക്കാരവും കുശല പ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തിയതോചിതം. കൈകസീതാതൻ മതിമാൻ വിനീതമാൻ കൈകസി നന്ദനൻ തന്നോടു ചൊല്ലുവാൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണമനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടിലയോ നാശഹേതുക്കളായി ദശ കണ്ട പ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായിടി വെട്ടുന്നിതന്യുഹം ചോരയും പെയ്യുന്ന ദുഷ്ണമായെത്രയും. ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാളിയം ഘോരദംഷാനിതം. നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ചാരനോടു പിണങ്ങുന്നു രോഷാൽ നകൂലങ്ങളോടും അവണ്ണമേ. പന്നഗജാലങ്കരുടനുടന്തതാ നിന്നെ എതിർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായേറ്റം കരാള വികടനായി വർണ്ണവും പിങ്കള കൃഷ്ണമായി സന്തതം. കാലനെയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളോന്നിതു നിർണയം. ഇത്തരം നിമിത്തങ്ങളുണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയെ സീതയെ
കൊണ്ടുപോയി രാമപാതെ വച്ചു വന്നിക്ക വൈകാതെ രാമനാകുന്നതോ വിഷ്ണു നാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചുകൊൾക്കദ്വയനാം പരമാത്മാനമവ്യയം ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരിധിയെ കടക്കൊന്നിതു യോഗികൾ ഭക്തി കൊണ്ടന്തകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോട് ശാന്തനാമാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പൊറാനു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോട് ചൊല്ലിനാൻ മാനവനായ കൃപണനാൻ രാമനെ മനസ്സെ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർത്ഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജളനെത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോട് സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇഞ്ഞി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ട് നിർണയം. വൃദ്ധൻ ഭവാനിതിൽ സ്നിഗ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശഭക്തനും പ്രാസാദമൂർധനി കരേറിനാം. അടുത്തതായി പാരായണം ചെയ്യുന്നത് യുദ്ധാരംഭത്തെക്കുറിച്ചാണ്. വാനരസേനയും കണ്ടകാമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ. യുദ്ധത്തിനായി രജനീചര വീരരെ സത്തരം തത്ര വരുത്തി വാഴും ഇത്. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടുവിൽ വാങ്ങിനാൻ. 10 കിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ദേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി നോക്കി ചിരിച്ചിടിനാൻ. മുഖ്യ പ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം. യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത ഭീത്യാവസിക്കയില്ലത്ര നാം. ബേരി മൃദംഗടക്കാപണവാനാഗദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശ്വഷ്ട്രാഘര ഹരിശാർദൂല സൈരിഭസ്യന്തനം മുഖ്യയാനങ്ങളെ ഖഡ്ഗശൂലേഷു ചാപപ്രാസ തോമര മുൽഗര യഷ്ടി ശക്തീശ്വരീകാദികൾ ഹസ്തേ ധരിച്ചു കൊണ്ടസ്തഭീത്യാജവം യുദ്ധസന്നദ്ധരാ യുദ്ധത ബുദ്ധിയോടബ്ദികളദ്രീകളുർവിയും ദാക്ഷണമുദ്ദൂതമായിതു സത്യലോകത്തോളം. വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദ്രംഷ്ടൻ തഥാ ദക്ഷിണാദിക്കിലും ദുശ്ചവനായിരം മേഘനാഥൻ തഥാ പശ്ചിമഗോപുര ദ്വാരിപുക്കീടിന. മിത്രവർഗമാത്യ ഭൃത്യജനത്തോടും ഉത്തരദ്വാരി പുക്കാൻ ദശഭക്തനും നീലനും സേനയും പൂർവദിഗോപുരെ ബാലിതനയനും ദക്ഷിണഗോപുരെ വായുതനയനും പശ്ചിമഗോപുരെ മായാമനുഷ്യനാമാദിനാരായണൻ മിത്രതനയ സൗമിത്രി വിഭീഷണൻ ഇത്ര സംയുക്തനായുത്തരദിക്കിലും ഇത്തമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവർത്തമായി വന്നു വിചിത്രമായി. 1000 കോടി മഹാകോടികളോടും 1000 അർബുദം 1000 ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 തുളികൾ 1000 തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കവിബലൻ ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീതരം കൊണ്ടും സർവ്വതോ ലങ്കാപുരം തകർത്തിടിനാൻ. കോട്ടാമതിയിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തോ വിളിച്ചെടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വിട്ടുകൊണ്ടറ്റു പിളർന്നു കിടക്കയും. അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രിക ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തളങ്ങൾ ഈട്ടികൾ മുൽഗരപംക്തികൾ ഭിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകര പ്രഭ പൂണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരീന്ദ്രനും. ആർത്തി മുഴുത്തു ദശാസ്യനാവസ്ഥകൾ
പേർത്തുമറിവതിനായ ചീടിനാൻ ശാർദൂലനാദിയാൻ രാത്രീഞ്ചരന്മാരെ രാത്രിയിൽ ചൊന്നാരവരും കവികളെ മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുൽക്കട രോഷിണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാദ്രബുദ്ധ്യ കൊടുത്താനഭയം ദ്രുതം ചെന്നവരും സുഖസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദനെ രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജിഹ്വനുമായി ദശ കന്ദരൻ മൈഥിലി വാഴുമിടമ്പുക രാമശിരസുന്ദനു സുമീതനുടൻ വാമാക്ഷി മുന്നിലം മാറുവച്ചിടിനാൻ ആയോധനെ കൊന്നു കൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാംഗി വീണു കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നീടിനാനന്നേരം വൈദേഹി തന്നോട് ചൊന്നാൾ ശ്രമയും ഖേദമശേഷമകലെ കളകനി എല്ലാം ചതിയെന്നു തേറിയിടിതൊക്കവേ നല്ലവണ്ണം വരും 4 നാളുള്ളിൽ ഇങ്ങില്ലൊരു സംശയം കല്യാണ ദേവതേ വല്ലഭൻ കൊല്ലം ദശാസനെ നിർണയം ഇത്തം സരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നിടിനാൾ സീതയെ മംഗളാദേവതാ വല്ലഭ ജ്ഞാനവാശാലങ്കതൻ രാവണൻ തന്നോട് ചൊല്ലിന് ഒന്നുകേൾ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലം മാറു വച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുക അല്ലായിൽ അത്തൽ പൂണ്ടുള്ളിലടച്ചങ്ങിരിക്കലും രാക്ഷസസേനയിൽ ലങ്കാനഗരവൻ രാക്ഷസരാജന നിന്നോടു കൂടവേ സംഹരിച്ചിടുവൻ ബാണമെയ്തെന്നുള്ള സിംഹനാഥം കേട്ടതില്ലയോ രാവണ ജ്ഞാനാധഘോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കിതുമില്ലയോ മാനസേ ഇത്തമധിക്ഷേപവാക്കുകൾ കേട്ടതി ക്രുദ്ധനായൊരു രാത്രീഞ്ചരവീരനും വൃത്രാരിപുത്രതനയനെ കൊൽകെന്നു നക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ ചെന്നു പിടിച്ച നിശാചരവീരനും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും പിന്നെയ പ്രാസാദവും തകർത്തിടിനാൻ ഒന്നു കുതിച്ചങ്ങുയർന്നു വേഗേനവും മന്നവൻ തന്നെ തൊഴുതോ വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഉണർത്തിനാനങ്കതൻ പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുൾ സുതൻ എന്നിവരാദിയ മാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാൽ കല്ലും മലയും മരുവും ധരിച്ചാശു നില്ലുന്നില്ലെന്നോ പറഞ്ഞെടുക്കുന്നേരം ബാണചാപങ്ങളും വാളും പരിചയം പ്രാണഭയം വരും വെൺമഴു കുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗതകളും ബിണ്ടിമാലങ്ങളും മുൽഗര ജാലവും ചക്രങ്ങളും പരിഘങ്ങളും ഈട്ടികൾ ശുക്രഗജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനടുത്താരർക്കരും വാരണനാഥവും വാചികൾ നാഥവും തേരരുൾ നാഥവും ഞാണൊലിനാഥവും രാക്ഷസരാർക്കയും സിംഹനാഥങ്ങളും രൂക്ഷതയേറും കവികൾ നിനാഥവും തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങുമിടർത്തൂർന്നു മാറ്റൊലി കൊണ്ടത് ജമ്പാരി മുമ്പ നിലിംബരും കിന്നര കിംപുരുഷോരക ഗുഹ്യക സംഘവും ഗന്ധർവ സിദ്ധവിദ്യാധര ചാരണാദി അന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം നാരദാനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തി നിറനീടിന തുങ്കനാമിന്ദ്രജിത്തേറ്റാനതു നേരം അങ്കദൻ തന്നോടതിന്നു കവീന്ദ്രനും സൂതനെ കൊന്നുതേരും താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിടിനാൻ മാരുതി തന്നെ വേൽക്കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജമ്പു മാലി നിശാചരൻ സാരഥി തന്നോട് കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലാറിനാൻ മിത്രതനയൻ പ്രഹസ്തനോടേറ്റിതു മിത്രാരിയോടു വിഭീഷണ വീരനും നീലൻ നികുംബനോടേറ്റാൻ തപനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ ലക്ഷ്മണനേറ്റ വിരൂപാക്ഷനോടത ലക്ഷ്മീപതിയാൻ രഘുത്തമൻ തന്നോട് രക്ഷധ്വജാഗ്നി ധ്വജാദികൾ 10 പേർ തക്ഷണി പോർ ചെയ്തു പുക്കാർ സുരാലയം വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനുവും വാരിധി തന്നിൽ വീണിടിന ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തമ്പരാന്തേ മറഞ്ഞിടിന നാഗാശ്രമീതു മോഹിപ്പിച്ചതു രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാൻ താപസവൃന്ദവും ദേവസമൂഹവും
താപം കലർന്നു വിഭീഷണ വീരനും ഹാഹാവിഷാദേന ദുഃഖവിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദശാന്തരെ സപ്തദീപങ്ങളും സപ്താർണവങ്ങളും സപ്താചലങ്ങളും ഉൾക്ഷോഭമാം വണ്ണം സപ്താശകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനാശനം അബ്ദിതോയം ഭിത്വാ സ്വപക്ഷയുഗ്മോ ദൂതലോകത്രയത്തോടതിദ്രുതം നാഗാരിരാമപാദം വണങ്ങിടിനാൻ നാഗാസ്ത്രബന്ധനം തീർന്നിതോ ദക്ഷിണേ ശാഖാമൃഗങ്ങളും അസ്ത്രനിമുക്തര ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിന ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനെ ബദ്ധസമ്മോദമനുഗ്രഹം നൽകിന കുപ്പിത്തൊഴുതനു വാദവും കൈക്കൊണ്ടു മേൽപോട്ടു പോയി മറഞ്ഞിടിനാൻ ദാക്ഷിണം മുന്നേതിലമ്പല വീരവേഗങ്ങൾ പൂണ്ട് ഉന്നതന്മാരാങ്ക ഭീവരന്മാരെല്ലാം മന്നവൻ തൻ നിയോഗേന മരങ്ങളും കൊന്നു ശിലയുമെടുത്തെറിഞ്ഞിടിനാർ വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം പുക്കിരുന്നതിൻ മുന്നമേ വന്നാരവരും ഇങ്ങൊന്തൊരു വിസ്മയം നന്നെത്രയുമെന്നേ പറയാവോ ചെന്നറിഞ്ഞിടുവീനെന്തൊരു ഘോഷമിതെന്നു ദശാനനൻ ചൊന്നാരനന്തരം ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിന വൃത്താന്തമൊക്കവേ വീര്യബല വിക്രമം കൈക്കൊണ്ട് സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറും അലാദവും കൈക്കൊണ്ട് ഭിത്തി തന്നുത്തമാങ്കത്തിന്മേൽ നിൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടു കാണുങ്ങൾ എങ്കിലന്നോർത്തു പറയുകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിന മാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോകതോ മറാഷൻ പടയോടു കൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരികനെ ഇത്തമനുഗ്രഹം ചെയ്തയച്ചതി ക്രുദ്ധനാൻ ധൂമ്രാക്ഷൻ നടന്നിടിന ഉച്ചസ്ഥരമായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ട മാരുതിയോട് തീർത്താനവനും ചെന്നു ദാരുണമായതു യുദ്ധവും എത്രയും വേലസീവൻ മഴുകുന്തം ശരാസനം ശൂലം മുസലം പരിഗതാദികൾ കൈക്കൊണ്ടു വാരണവാജീരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരികളായ കവികളും തങ്ങളിലേറ്റു പുരോതു ിതൊട്ടുമിങ്ങും മഹാവീരരായുള്ളവർ ചോരയുമാറായൊഴുകി പല വഴി ശൂരപ്രവരനാമാരുതി ദക്ഷിണി ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ തൊന്നെറിഞ്ഞിടിന തേരിൽ നിന്ന് ആശുഗതയുമെടുത്തുടൻ ഭാരിലമാറുതോ മറാക്ഷനും ചാടിനും തേരും കുതിരകളും പൊടിയായതോ മാരുതിക്കുള്ളിൽ വർദ്ധിച്ചിതു കോപവും രാത്രിയും ചെരയൊടുക്കി തുടങ്ങിനാർ ആർത്തി മുഴുത്തതു കൊണ്ടു ധൂമ്രാക്ഷനും മാരുതി ഏകത കൊണ്ടടിച്ചിടിനാൻ ധീരതയോടതീനാകുലമെന്നിയെ പാരം വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ ധൂമ്രാക്ഷനെ ഒരു കൊണ്ടുമ്പർ പുരത്തിങ്കൽ അമ്മാറു ചെന്നു സുഖിച്ചു വാണിടിനാൻ ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൊക്കിതു ഘോഷിച്ചതങ്കനമാർ വിലാപങ്ങളും വൃത്താന്തമാഹന്ത കേട്ടു ദശാസനം ചിത്തതാപത്തോടു പിന്നെയും ജ്വലിന വജ്രഹസ്താരി പ്രബലൻ മഹാബലൻ വജ്രംഷ്ടൻ തന്നെ പോകയുദ്ധത്തിനായി മാനുഷവാനരന്മാരെ ജയിച്ച ഭീമാനകീർത്യാവരികെന്നയ ചീടിന ദക്ഷിണ ഗോപുരത്തോടെ പുറപ്പെട്ടു ശക്രാത്മജനോട് തീർത്തിടിനാൻ ദുർനിമിത്തങ്ങളുണ്ടായതനാദൃത്യ ചെന്നു കവികളോടേറ്റു മഹാബലം വൃക്ഷശിലാശൈല വൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോബലന്മാർ മരിച്ചു മഹാരണെ ഖഡ്ഗശസ്ത്രാസ്ത്രശക്തിയാദികളേറ്റേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു രക്തനദികളൊലിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ താരേയനും വജ്രദംഷ്ടനും തങ്ങളിൽ ഘോരമായി ഏറ്റം പിണങ്ങി നിൽക്കും വിധ വാളും പറിച്ചുടൻ വജ്രദംഷ്ടൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കതൻ. ഇപ്പോൾ ഇവിടെ പാരായണം നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം.